ുള്ളത് നിങ്ങളും യാത്ര ചെയ്യുന്ന റോഡല്ല ഇത്. നിങ്ങളുടെ ഒരു നേതാവ് ഇത് പണിയെടുത്തപ്പോ എന്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ണുണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങളിത് സൂചിപ്പിക്കണ്ടായിരുന്നോ? ഈ നാട് ഇത്രയും കാലം ബുദ്ധിമുട്ടി, 10 വർഷക്കാലം ബുദ്ധിമുട്ടിയിട്ട് ഇത്രയും ദുരിതം അനുഭവിച്ച റോഡ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് ഏതെങ്കിലും ഭാഗത്തുണ്ടോ? നമുക്ക് 4ാം വാർഡുകാർക്കോ അല്ലെങ്കിൽ 5ാം വാർഡുകാർക്കോ മാത്രമല്ല, വാണിയമ്പലത്ത് മണിക്കൂർ കണക്കിന് റെയിൽവേ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അത്യസന്ന നിലയിലായ രോഗികളെ കൊണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും അടക്കമുള്ള വാഹനങ്ങൾ, അതുപോലെ 1000ഓളം കുട്ടികൾ പഠിക്കുന്ന സഹിയ കോളേജ്, അപ്പുറത്തുള്ള വെള്ളാമ്പ്രം കാപ്പിൽ സ്കൂളുകൾ, ഇതുപോലുള്ള പൂക്കോട്ടുംപാടത്ത് നിന്നും തുള്ളിയോട്ടിൽ നിന്നും കാളികാവിൽ നിന്നുമൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ മഞ്ചേരിയിലേക്കും കോഴിക്കോടിലേക്കും നിലമ്പൂരിലേക്കൊക്കെ ബ്ലോക്ക് ഇല്ലാതെ പോകാവുന്ന ഏക ആശ്രയമായ ബൈപ്പാസ് റോഡ് എന്ന് പറയപ്പെടുന്ന റോഡ്. ഈ റോഡിന്റെ പണി ഇത്രയും മോശമായി ഏതൊരു കുട്ടിക്കും നിങ്ങൾ കൈകൊണ്ട് മെറ്റൽ പെറുക്കിയെടുക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ഒരു റോഡ് പണി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇതിന് ഒത്താശ പാടുന്ന ഒരു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും. എങ്ങനെ ഒത്താശ പാടാതിരിക്കുക? ലീഗിന്റെ വൈസ് പ്രസിഡന്റ്, ലീഗിന്റെ പ്രസിഡന്റ്, ലീഗിന്റെ നേതാക്കന്മാര്, പഞ്ചായത്ത് ഭരിക്കുന്നവരൊക്കെ ലീഗും കോൺഗ്രസും. അവിടെ എടുക്കുന്ന എല്ലാ കരാറ് പണിയും ലീഗിന്റെ നേതാക്കന്മാര്, അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാര്. എങ്ങനെ അവർക്ക് അതിന് പരാതി എടുക്കുക? ഇതുപോലെ ഒരു അഴിമതി നടന്ന പഞ്ചായത്ത് കേരള ചരിത്രത്തിൽ എവിടെയില്ല. തൊട്ടതിന് മുഴുവൻ അഴിമതി. മുഴുവൻ പഞ്ചായത്തും പണികളിലും അഴിമതി. ഇപ്പോ ഗഫൂർ സൂചിപ്പിച്ചു സ്ട്രീറ്റ് ലൈറ്റ്. നമ്മുടെ വാർഡിൽ 4ാം വാർഡിൽ ഇതുവരെ സ്ട്രീറ്റ് ലൈറ്റ് പണി തുടങ്ങിയിട്ടില്ല. 16 സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് എന്നാണ് ഓരോ വാർഡിലേക്ക് പറയുന്നത്. ഇതുവരെ നമ്മുടെ റോഡിലെയോ നമ്മുടെ വാർഡിലോ ഒരു സ്ട്രീറ്റ് ലൈറ്റും വന്നില്ല. സകലമാന അഴിമതി. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ നാട്ടുകാരോട് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ സമരം ചെയ്തിരുന്ന ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ നാട്ടുകാരെ കബളിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ രാഷ്ട്രീയ നേതാവാണ് ഇതിന്റെ കോൺടാക്ട് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുസ്ലിം ലീഗിന്റെ വണ്ടൂർ പഞ്ചായത്തിന്റെ നേതാവാണ് KT നൂർ. ആ KT നൂറാണ് ഈ റോഡ് പണിയെടുത്തത്. നിങ്ങൾ സമരം നടത്തേണ്ടത് KT നൂറിന്റെ വീട്ടിലേക്കാണ്, അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളെ വീട്ടുകളാക്കുന്നതിന് വേണ്ടിയല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നിലവിലടക്കമുള്ള നേതാക്കന്മാരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി നമ്മൾ മനസ്സിലാക്കി പോകുന്നൊരു കാര്യം, നമ്മൾ സ്കൂളുകളുടെ സമയമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ച മനസ്ഥിതിയോടുകൂടി വേണം നമ്മൾ റോഡ് ഉപരോധം നടത്താൻ. പ്രിയമുള്ള സഖാക്കളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ കാലത്തെ പ്രക്ഷോഭത്തിനൊടുവിലാണ് ഈ പാലാമളം വെള്ളാമ്പറം റോഡ് പണി ആരംഭിച്ചത്. അത് പണി ആരംഭിച്ച് എസ്റ്റിമേറ്റായി ഫണ്ട് അനുവദിച്ചിട്ട് 6 മാസം പണി നടത്താതിരുന്നപ്പോൾ CPMന്റെ ഭാഗം ഒരു ഉപരോധ സമരം നടത്തിയതിന് ശേഷം മാത്രമാണ് പണി ആരംഭിച്ചത്. ഈ പണി 1 കിലോമീറ്റർ പോലും നീളമില്ലാത്ത ഈ ഒരു റോഡിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയത് 35 ലക്ഷം റുപ്യയുടേതാണ്. 35 ലക്ഷം റുപ്യ ചെലവഴിച്ച് റോഡ് നന്നാക്കുമ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള മെറ്റീരിയലുകളും താറും അതിൻ്റെ സാധന സാമഗ്രികളും ഒക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ 10-15 വർഷത്തോളം അതിന് കേടുപാട് കൂടാതെ റോഡ് നിലനിൽക്കുമായിരുന്നു. അത് ഏറ്റെടുത്ത ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാവായാലും ഈ ഏജൻസി വർക്കുകളായി നടത്തിക്കൊണ്ടുപോകുന്ന ഏജൻസികളായാലും അതിന് 15 ലക്ഷം രൂപ പോലും മുതൽ മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു മാസത്തെ അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. റോഡ് പഴയ പോലെ കുണ്ടും കുഴിയായി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോവുകയാണ്. ഇപ്പം ഇന്നലെ ഞാനിതിനെ സഞ്ചരിച്ചപ്പോൾ എനിക്കത് തോന്നി, ആദ്യം കണ്ട കുഴികളൊക്കെ തന്നെ മരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ മരത്തിൽ